നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. നിങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി മറന്നത് ഇറ്റ്സ് മൈ മിസ്റ്റേക്ക്. ഒരിക്കലും അല്ല ചേട്ടാ. എന്തും സമയത്ത് ചേട്ടനെ ഓർമ്മിപ്പിക്കാറുണ്ടായിരുന്ന ആള് ചേട്ടന്റെ ഒപ്പം ഇല്ലാത്തതിന്റെ കുഴപ്പം മാത്രമാ, അല്ലാതെ ചേട്ടന്റെ മിസ്റ്റേക്ക് അല്ല. അല്പമെങ്കിലും നന്ദി ഉണ്ടായിരുന്നെങ്കിൽ ഇത്രയും കാലം അന്നം തന്ന ആളുടെ മകളുമായി മകൻ വീട്ടിലേക്ക് കയറി വന്നപ്പോ ഇങ്ങനെ പലപ്പോഴായി ആഘോഷമാക്കി പപ്പാളെ കാണിക്കാൻ പൊതുസ്ഥലത്തേക്ക് ഇറക്കില്ലായിരുന്നു. സാറേ, അത് ഞാൻ വിശദീകരണം ആവശ്യപ്പെട്ടോ? സന്തോഷമുണ്ട്. തന്നിഷ്ടത്തിന് കാമുകനോടൊപ്പം വീട് വിട്ടിറങ്ങിയ ഋതികയുടെ അവസ്ഥ കണ്ടിട്ട് ഒരുപാട് സന്തോഷമുണ്ട്. വർമ്മ സാറ് പറഞ്ഞു ശരിയാ. ഒരു രാജകുമാരി എൻ്റെ മകന്റെ കൈ പിടിച്ച് ഈ വീട്ടിലേക്ക് കയറി വന്നപ്പോ ഞാൻ സ്വയം മറന്നു. എന്റെ മകൻ ചെയ്ത പ്രവർത്തികളുടെ തെറ്റ് ഞാൻ ഓർത്തില്ല. എല്ലാത്തിനും കാരണക്കാരി ഞാൻ കാരണം നിങ്ങളെല്ലാവരും ബുദ്ധിമുട്ടുന്നതും കുത്തുവാക്കുകൾ കേൾക്കുന്നതും. എന്താ ഋതിക മാഡം, ഇത് പാടില്ല. മാഡം അങ്ങനെയൊന്നും പറയാൻ പാടില്ല. എന്റെ മകനെ വിശ്വസിച്ച് ഈ വീട്ടിലേക്ക് വന്ന ഋതിക മാഡത്തിന് യാതൊരു കുറവുകളും പ്രശ്നങ്ങളും ഉണ്ടാവില്ല. മോളെ ശ്രീ, എന്തൊക്കെ നമ്മളെ എത്രയൊക്കെ ആഗ്രഹിച്ചാലും അവസാനം വിധി തീരുമാനിക്കുന്നത് പോലെ ജീവിതത്തിൽ സംഭവിക്കൂ. എല്ലാവരും കേൾക്കാൻ വേണ്ടി പറയുക, ഋതിക മാഡത്തിന്റെ നിലയും വിലയും കളഞ്ഞ് മറ്റുള്ളവരുടെ മുമ്പില് ഋതിക മാഡത്തിന് തല കുനിക്കേണ്ട അവസ്ഥ ഒരിക്കലും ഉണ്ടാവരുത്. ശ്രീ, രുക്മിണിക്ക് വാശിയുണ്ടെങ്കിലേ അതിന്റെ 100 ഇരട്ടി വാശി നമുക്ക് വേണം. എന്റെ മോക്ക് നല്ലൊരു പയ്യനെ അച്ഛൻ കണ്ടുപിടിച്ചാൽ രാധേ, നീ ചെന്ന് അവളെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക. ശരി. അച്ഛൻ ഇങ്ങനെ ഇവളെ തലയിൽ കയറ്റി വെച്ചോ. അവസാനമുള്ള കിടപ്പാടവും പോയി റോഡിലിറങ്ങി തെണ്ടേണ്ട അവസ്ഥ വന്നാലേ അച്ഛൻ പഠിക്കൂ. ചേച്ചി, രാജുവിന്റെ കൂടെ രാജുവിന്റെ വീട്ടിലേക്ക് വന്ന് എന്റെ പ്രശ്നങ്ങൾ ഒരു പരിധി വരെ മാറുമെന്ന് ഞാൻ വിചാരിച്ചു. ഇതിപ്പോ ഞാൻ കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് ആകുക മാത്രമല്ല, രാജുവിനെയും രാജുവിന്റെ വീട്ടുകാരെയും ഞാൻ കുഴപ്പത്തിലാക്കി. ഇനി അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ മാഡം. അച്ഛൻ പറഞ്ഞതുപോലെ എല്ലാം നമുക്ക് വിധിക്ക് വിട്ടുകൊടുക്കാം. മാഡം വിഷമിക്കണ്ട. മാഡം റൂമിലേക്ക് ചെല്ല.
നീ ക്ഷേത്രത്തിൽ നിന്നും ധൃതി പിടിച്ച് എങ്ങോട്ടാ പോയേ? എനിക്കൊരാളെ കാണാനുണ്ടായിരുന്നു ചേച്ചി. നിന്റെ മുഖം എന്താ വല്ലാതിരിക്കുന്നേ? ഏയ് ഒന്നുമില്ല ചേച്ചി. ശരി, നീ പോയി ഫ്രഷ് ആയിട്ട് വാ. ഞാൻ നിനക്ക് ഡിന്നർ എടുത്തു വെക്കാം. ശരി. ചേട്ടാ, എന്താ ശേര? മറ്റന്നാ ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി ആണ്. ഓ, ഈ ടെൻഷൻസിന്റെയും 100 കൂട്ടം ചിന്തകൾക്കും ഇടയിൽ ഞാനിതങ്ങ് മറന്നുപോയി ശേര. അത് സാരല്ല ഏട്ടാ, തിരക്കാണെന്നറിയാം. എന്നാലും മറ്റന്നാ ഉണ്ണാനെങ്കിലും വീട്ടിലുണ്ടാവണമെന്ന ആഗ്രഹം കൊണ്ട് ഓർമ്മപ്പെടുത്തിയെന്ന് മാത്രം. എന്താ യാമിനി ഇത്? എന്ത് തിരക്കാണെങ്കിലും നമ്മുടെ കുടുംബത്തിലെ പ്രധാനപ്പെട്ട ദിവസങ്ങൾ വരുമ്പോ നമ്മളെല്ലാവരും ഒരുമിച്ചിരുന്ന് സന്തോഷത്തോടെ ആഘോഷിക്കാറല്ലേ പതിവ്. നിങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി മറന്നത് ഇറ്റ്സ് മൈ മിസ്റ്റേക്ക്. ഒരിക്കലും അല്ല ചേട്ടാ. എന്തും സമയത്ത് ചേട്ടനെ ഓർമ്മിപ്പിക്കാറുണ്ടായിരുന്ന ആള് ചേട്ടന്റെ ഒപ്പം ഇപ്പൊ ഇല്ലാത്തതിന്റെ കുഴപ്പം മാത്രമാ, അല്ലാതെ ചേട്ടന്റെ മിസ്റ്റേക്ക് അല്ല. അതിനെക്കുറിച്ച് ഇപ്പൊ നമുക്ക് വീണ്ടും സംസാരിക്കേണ്ടതുണ്ടോ ശേഖര? നിന്റെ വിഷമം എനിക്ക് മനസ്സിലാവും ശേഖര. നീ നോക്കിക്കോ, കുറച്ച് സമയം കൂടി ദീപകിന് കൊടുത്താ അവൻ രാജുവിനേക്കാൾ കേമനാണെന്ന് തെളിയിക്കും. യാമിനി, വിവാഹ വാർഷികം നമുക്ക് ആഘോഷാക്കി കളയാം, എന്താ? അതെ, യാമിനി പറയും. ഇത്തവണ എന്ത് സമ്മാനോ വേണ്ടത്? യാമിനി, പ്രതാപൻ ചോദിച്ചത് കേട്ടില്ലേ? എന്തെങ്കിലും ആഗ്രഹം നിനക്കുണ്ടെങ്കിൽ അത് പറയ്. പുതിയ ബംഗ്ലാവോ കാറോ എന്താന്ന് വെച്ചാ ചോദിക്കേ. ചേട്ടാ, അത് യാമിനിക്കൊരു ആഗ്രഹമുണ്ട്. എന്താണെങ്കിലും പറയൂ യാമിനി. യാമിനിയുടെ ആഗ്രഹം എന്താണെങ്കിലും ഞാനത് സാധിച്ചിരും. യാമിനി പറയേ. പ്രതാപേട്ട, അത് എനിക്ക് പ്രതാപേട്ടൻ ദേഷ്യപ്പെടരുത്. ഏയ് ഇല്ലെന്നേ. വെഡിങ് ആനിവേഴ്സറിയുടെ ഫംഗ്ഷന് എന്തായാലും നമുക്ക് വേണ്ടപ്പെട്ട ഗസ്റ്റുകളൊക്കെ വരുമല്ലോ. അതെ, ഞാൻ ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ഒരാളെയാ. ഞാൻ മാത്രല്ല, ശേഖരേട്ടനും. ആളെയും ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറിക്ക് ക്ഷണിക്കണം. ആരെ? ഋതുമോളെ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.